നൽപേരുമണി എന്ന കാട്ടകത്ത് നിന്ന് ദേവി എഴുന്നേറ്റു. വേതാളിയോട് ഇനി താമസമില്ലാതെ കൈലാസത്തിലെത്തണമെന്ന് ആവശ്യപ്പെട്ടു. വേതാളി മുട്ടുകുത്തിയിരുന്നു. ദേവി തൊട്ടുവന്ദിച്ചുകൊണ്ട് വേതാളപ്പുറമേറി. ഖണ്ഡാകർണൻ ദാരിക ശിരസ് ദേവിയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ വേതാളത്തിന് ഉയരാൻ കഴിഞ്ഞില്ല. ദേവി നോക്കുമ്പോൾ കണ്ണും നാക്കും തള്ളിക്കൊണ്ട് വേതാളി ഇരിക്കുന്നു. ദേവി തൻ്റെ പെരുവിരൽ ഒന്ന് ഭൂമിയിൽ കുത്തി. ഉടനെ വേതാളി ഒരു പുഷ്പം പോലെ ഉയർന്നു. അങ്ങനെ ഒരു കൈയിൽ പള്ളിവാളും മറുകൈയിൽ ദാരിക ശിരസുമായി ദേവി ആകാശമാർഗെ കൈലാസത്തിലെത്തി. ദാരികനെ നിഗ്രഹിച്ച ആ അങ്കക്കലി ദേവിയെ വിട്ടിരുന്നില്ല. കോപത്തോടെ വേതാളപ്പുറത്തു നിന്ന് ചാടിയിറങ്ങി ദേവി അച്ഛൻ്റെ മുൻപിലേക്ക് എഴുന്നള്ളി. ഇതൊക്കെ കണ്ടുകൊണ്ട് വിഷ്ണുവായ മഹാദേവനോട് പറഞ്ഞു, പൊന്മകൾ വർദ്ധിച്ച ക്രോധത്തോടെ എഴുന്നള്ളുന്നുണ്ട്. ഈ കോപത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ കൈലാസത്തിനും ലോകത്തിനും ഇത് വിനാശകരമായി ഭവിക്കും. അതിനാൽ ഞാനൊരു കാര്യം പറയുന്നത് അങ്ങ് ചെയ്യണം. ശ്രീഭദ്ര വരുന്ന നേർവഴിക്ക് അങ്ങ് കിടക്കണം. ലോകരക്ഷാർത്ഥം മഹാദേവൻ നിലത്തു കിടന്നു. ഈ സമയം മുകളിലോട്ട് നോക്കി അട്ടഹസിച്ച് കോപത്തോടെ ദേവി തുള്ളി വന്നു. ദേവി തൻ്റെ അച്ഛൻ്റെ നെഞ്ചിൽ അറിയാതെ ചവിട്ടി. ഒരു നിമിഷം താഴേക്ക് നോക്കുന്ന ദേവി തൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിൽ ചവിട്ടിയ പശ്ചാത്താപത്താൽ കാൽ പിന്നോട്ടെടുക്കുന്നു. അതോടെ ആ കോപം അങ്ങടങ്ങി. സങ്കടപ്പെട്ട കാളിയോട് പേടിക്കണ്ട എന്നും ഇതിൽ തെറ്റൊന്നും സംഭവിച്ചില്ല എന്നും മഹാദേവൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. തൻ്റെ അച്ഛൻ്റെ ശത്രുവിൻ്റെ ശിരസ് ദേവി അച്ഛന് സമർപ്പിച്ചിട്ട് വേതാളപ്പുറമേറി കൈലാസത്തിൽ തന്നെ നിൽക്കുന്ന ഒരു അത്തി അരയാലിൻ്റെ വലം കുമ്പത്ത് തൃക്കാഴ്ചയായി തൂക്കിയിട്ടു. തൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കിയ പൊന്മകൾ അച്ഛനോട് ദാരികന് കൊടുത്ത തിരുവരം തനിക്ക് നൽകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത് ആപത്താകുമെന്ന് കണ്ട മഹാദേവൻ അത്തരം വരങ്ങൾ ഇനി തരില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് അച്ഛൻ കാര്യം കണ്ടിട്ട് ഇത്തരം കൗശലവാക്കുകൾ പറയരുത് എന്നായി കാളി. വീണ്ടും ദേവി കോപം കൊണ്ട് കലി കുറഞ്ഞു തുള്ളി. കൈലാസം ഇളകാൻ തുടങ്ങി. വിഷ്ണുമായ ഉടനെ മഹാദേവനോട് പറഞ്ഞു, ഉടനെ അങ്ങ് മായപ്പെട്ടുണ്ടാക്കി പൊന്മകളുടെ മുഖത്തിടണം, അല്ലെങ്കിൽ ലോകം തന്നെ നശിക്കും. മഹാദേവൻ മന്ത്രശാലയുടെ ഉള്ളിൽ കയറി മന്ത്രശക്തിയാൽ മായപ്പെട്ടുണ്ടാക്കി ഉറഞ്ഞു തുള്ളുന്ന ശ്രീഭദ്രയുടെ മുഖത്തേക്കിട്ടു. ലോകം നിറഞ്ഞ ശ്രീഭദ്രകാളി മാതാവ് ഒരു കുഞ്ഞായി മാറി. മഹാദേവൻ വാത്സല്യത്തിൽ 2 കൈയും പൂട്ടിക്കൊണ്ട് ദേവിയെ എടുത്ത് തൂക്കുമഞ്ചലിൽ കിടത്തി. തൻ്റെ മായ കൊണ്ട് 7 മായത്തോഴികളെ ഉണ്ടാക്കി. തൻ്റെ പൊന്മകളെ കൂട്ടിക്കൊണ്ട് പൂവണി വനത്തിൽ പോയി പൂവിരുത്ത് കളിക്കുവാൻ പറഞ്ഞു. 8 പൂത്തട്ടങ്ങളും കളിക്കാനായി കൊടുത്തുവിട്ടു. അങ്ങനെ കൈലാസനാഥന്റെ പൊന്മകൾ തൻ്റെ 7 തോഴിമാരോടൊത്ത് വനത്തിൽ പൂവിരുത്ത് കളിച്ചു വന്നു.